ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ഹിന്ദി ട്യൂട്ടർ സുഗന്ധി ബോസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബി എയുടെ सृजना और संचारात्मक लेखन का विकास ഭാഗ് 1. അപ്പോൾ ഇതിലത്തെ സെക്കൻഡ് ലെസനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെസൺ എനിക്ക് തോന്നുന്നു ബി എയോ അല്ല ബി കോം അല്ലെങ്കിൽ ബി എസ് സിയുടെ ഫസ്റ്റ് എപ്പിസോഡ് സംവിധാൻ എപ്പിസോഡ് 7 എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്. അത് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മെൻഷനും ചെയ്തിട്ടുണ്ട് ഇത് ബി എയുടെയും കൂടി ഫസ്റ്റ് ലെസൺ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെയിം ആണോ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി, ആ ഒരു വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ സെക്കൻഡാണ് നമ്മൾ നോക്കുന്നത്. ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിൾ. നമ്മുടെ ഭാരതീയ സംവിധാൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു പേജ് ഉണ്ട്. ഈ ഒരു പേജ് അഥവാ നിങ്ങൾക്ക് ഇതിൽ ഇംഗ്ലീഷ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഇതിൽ ഭാരതീയ സംവിധാൻ की ഉദ്ദേശിക്കുക എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്നാണ് അത് ലാഗു ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയണ പോലെ ഞാൻ ഇംഗ്ലീഷിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലെസണിൽ കിടക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ബുക്ക് കയ്യിൽ എപ്പോഴും വെക്കുക. ഞാനപ്പോൾ ഇത് വായിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഐ എം ടെല്ലിങ് ടു ദ ബോയ്സ്. എന്ന് വെച്ചാൽ എനിക്കൊരു മോനുള്ള കാരണം എനിക്കറിയാം, മടിയന്മാരാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് എന്തായാലും കയ്യിൽ വെക്കും കേട്ടോ. പെൺകുട്ടികൾ പിന്നെയും വെക്കും ബുക്ക് കയ്യിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഉദ്ദേശിക്കുക സംവിധാൻ ഭാഗ് 10. അപ്പോൾ ഈ സംവിധാൻ എന്ന് പറഞ്ഞിട്ടൊരു സാൻസർ ടി വിയിൽ ഒരു 10 എപ്പിസോഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ്റെ ഫോർമേഷൻ്റെ ഒരു 10 എപ്പിസോഡിൻ്റെ ഒരു ശൃംഖല എപ്പിസോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ലാസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ ഈ ഒരു QR കോഡിൽ അടിച്ചാൽ നിങ്ങൾക്ക് നേരെ യൂട്യൂബിൽ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആ വീഡിയോ ഫുൾ കണ്ടു. അതിന് ശേഷമാണ് ഇത് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് ലെസൺ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിൾ. സംവിധാൻ ഭാഗ് 10, സംവിധാൻ്റെ 10ാമത്തെ എപ്പിസോഡ്. സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ ഒരു പേരിലാണ് ആ ഒരു എപ്പിസോഡ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. श्याम बेनेगल द्वारा निर्देशित भारत के संविधान के निर्माण पर आधारित एक 10 भाग की टेलीविज़न मिनी श्रृंखला है. इस शो का प्रीमियर 2 मार्च 2014 को राज्यसभा टीवी पर हुआ, जिसमें हर रविवार सुबह एक एपिसोड प्रसारित होने वाला था. श्रृंखला को राज्यसभा टीवी के चैनल पर यूट्यूब पर देखा जा सकता है. द मेकिंग ऑफ कॉन्स्टिट्यूशन ऑफ इंडिया. संविधान द कॉन्स्टिट्यूशन ऑफ इंडिया. श्याम बेनेगल डायरेक्टेड a 10-episode series of Constitution of India. This show was premiered on 2nd March 2014 on Rajya Sabha TV. Every Sunday morning, one episode was telecasted. You can watch the series either on Sunset TV, Rajya Sabha TV, or in YouTube channel. Then second, संविधान उद्देशिका मूल रूप से निम्नलिखित चीज़ों वस्तुओं का विचार देती है. അപ്പോൾ ഉദ്ദേശിക്കാൽ എന്താ ഉള്ളത്, അപ്പോൾ അതൊരു 4 പോയിന്റ്സ് ആയിട്ടാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഉദ്ദേശിക്കയിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് അവർ ഏതിലാണ് അതിൽ പ്രസ്സാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് റിസോഴ്സസ് ഓഫ് സംവിധാൻ. പിന്നെ വരുന്നത് ഇതിൽ വായിക്കാം ആദ്യം. संविधान के स्रोत, भारतीय राज्य की प्रकृति, इसके उद्देश्यों का विवरण, इसके गोद लेने की तारीख. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? റിസോഴ്സസ് ഓഫ് സംവിധാൻ, നേച്ചർ ഓഫ് ഇന്ത്യ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അഡോപ്ഷൻ ഡേറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം അങ്ങനെ ഇസ്കെ ഗോദ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ല കേട്ടോ, പ്രിയാമ്പിൾ എന്നാണ് അത്. പ്രിയാമ്പിളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഴുതി കൊടുക്കുന്നത് നെക്സ്റ്റ് ഭാരതീയ സംവിധാൻ की उद्देशिका का इतिहास.
ദ ഹിസ്റ്ററി ഓഫ് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, എന്താ, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് പറയണത് അല്ലേ. भारत के संविधान की उद्देशिका के पीछे के आदर्शों को जवाहरलाल नेहरू के उद्देश्य प्रस्ताव द्वारा निर्धारित किया गया था, जिसे 22 जनवरी 1947 को संविधान सभा द्वारा अपनाया गया था. यद्यपि अदालत में लागू करने योग्य नहीं है, प्रस्तावना संविधान के उद्देश्यों को बताती है और भाषा अस्पष्ट पाए जाने पर लेखों की व्याख्या के दौरान एक सहायता के रूप में कार्य करती है. Upon the history behind preamble of Constitution of India. The norms of preamble of Constitution of India was determined by principles given by Jawaharlal Nehru. It was adopted by the Constitution Committee on 26 January 1947. उद्देशिका द्वारा भारत के संविधान की उद्देशिका के पीछे के आदर्शों को जवाहरलाल नेहरू के उद्देश्य प्रस्ताव द्वारा निर्धारित किया गया था. മീൻസ് ഇത് ഉദ്ദേശിക്ക പ്രിയാമ്പിൾ ഉണ്ടാക്കുമ്പോഴും സമിതി കൂടിയിട്ടുണ്ട്, അതിൻ്റെ അനുസരിച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇത് അവതരിപ്പിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അത് എന്നാണ് അവതരിപ്പിച്ചത്? 26 ജാനുവരി 1947. പിന്നെ ഈ ഒരു കാര്യങ്ങൾ ഇതിൽ പറഞ്ഞത് നമുക്ക് കോർട്ടിൽ അത് വാല്യൂ ഇല്ല, അതിൽ നമുക്ക് മീൻസ് ആസ് എ ലോ എടുക്കാൻ പറ്റില്ല. പിന്നെ പ്രസ്താവന സംവിധാൻ കെ ഉദ്ദേശം കോ ബതാത്തി ഹെ और ഭാഷ അസ്പഷ്ട, അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇഫ് ഇറ്റ് വർക്ക്സ് ആസ് എ ഗൈഡ് ഇഫ് ദർ ഈസ് എനി കൺഫ്യൂഷൻ ഇൻ ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് ശരിക്കും പറയാച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ ഇന്ത്യൻ സംവിധാനൻ്റെ ഒരു ജിസ്റ്റ് ആയിട്ടാണ് അത്. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടാച്ചാൽ ഇറ്റ് വർക്ക്സ് ആസ് എ ഗൈഡ്. ദ പ്രിയാമ്പിൾ ഈവൻ ദോ ഇറ്റ് ഇസ് ഓൺലി 1 പേജ്, അതിൽ ജിസ്റ്റാണ് കൊടുത്തിരുന്നത്. പക്ഷെ നമുക്ക് അതിൽ കുറച്ചും കൂടി സ്പഷ്ടത ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാച്ചാൽ അവിടെ നോക്കിയാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാണ്, നമ്മൾ മറ്റേ ഭാഷകളിൽ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരാച്ചാൽ നമ്മുടെ പ്രിയാമ്പിൾ നോക്കിയാൽ മതി, നമുക്ക് ആ കൺഫ്യൂഷൻ മാറി കിട്ടും. പിന്നെ വരുന്നത് ഉദ്ദേശിക കെ ഘട്ടക്, ടോപ്പിക്സ് ഓഫ് പ്രിയാമ്പിൾ. ഘട്ടക് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, ഉദ്ദേശിക്കയിൽ എന്തൊക്കെയാണ് വരുന്നത്, ടോപ്പിക്സ് ഓഫ് प्रियम्बल. उद्देशिका द्वारा यह इंगित किया गया है कि संविधान के अधिकार का सूत्र भारत के लोगों के पास है. उद्देशिका में भारत को एक संप्रभु, समाजवादी, धर्मनिरपेक्ष, लोकतांत्रिक गणराज्य घोषित किया गया है. അപ്പോൾ അതിൽ പറയുന്നത് the preamble it's written, the Indians are in the preamble it's written the Indians are the sovereign of the Constitution of India. The preamble says India is a sovereign, socialist, secular, democratic and republic country. The preamble നമ്മുടെ ഇന്ത്യൻ ജനത, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആൾക്കാർ, അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണത്, മീൻസ് അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പ്രിയാമ്പിളിൽ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോവാം. उद्देशिका द्वारा बताए गए उद्देश्य सभी नागरिकों को न्याय, स्वतंत्रता, समानता को सुरक्षित करना और राष्ट्र की एकता और अखंडता बनाए रखने के लिए भाईचारे को बढ़ावा देना है. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഇതിൽ പറയുന്നത് പ്രിയാമ്പിൾ ഓൾസോ സേസ് ദാറ്റ് ഓൾ ഇന്ത്യൻസ് വിൽ ഹാവ് ജസ്റ്റിസ്, freedom, equality and security, and to work towards unity and integrity, and the practice of brotherlyhood should be promoted. അപ്പോൾ നമുക്ക് പ്രിയാമ്പിളുടെ ഫസ്റ്റ് ഇതിൽ എന്താ പറയുന്നത്, എന്തൊക്കെയാണ് നമുക്ക്
ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, നമുക്ക് ഇന്ത്യൻ പീപ്പിളിന് എന്താ ഉണ്ടാവുക, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും സമാനാണ്, മീൻസ് ഓൾ ആർ ഈക്വൽ. പിന്നെ ഇതൊരു ഡെമോക്രാറ്റിക് കമ്പനിയാണ്, ഇതൊരു കമ്പനി അല്ല, കൺട്രിയാണ്, ഇതൊരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. പിന്നെ ഈവൻ ദോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പറഞ്ഞ പോലെ നമുക്ക് കുറേ അധികം ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഐ ടെൽ യു, ഒരു ഫോറിനർ ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കുക ക്യാൻ യു സ്പീക്ക് ഇൻ ഇന്ത്യൻ, അപ്പോൾ ആളുടെ തിരിച്ച് ചോദിക്കുന്നത് ക്യാൻ യു സ്പീക്ക് ഇൻ യൂറോപ്യൻ. അപ്പോൾ അയാൾ പറയും യൂറോപ്യ വി ഹാവ് സോ മെനി ലാംഗ്വേജസ് ഇൻ യൂറോപ്പ്, ദാറ്റ് ഇസ് എ കോണ്ടിനെൻറ്റ് യു നോ, ആൻഡ് ഇന്ത്യ ഇസ് എ കൺട്രി. സോ ഹി സെഡ് ഇൻ ദ സെയിം വേ ദർ ഇസ് നോ ലാംഗ്വേജ് കോൾഡ് ഇന്ത്യൻ, ബിക്കോസ് നമ്മുടെ ഇന്ത്യയിൽ കുറേ ലാംഗ്വേജസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ലാംഗ്വേജസ്, എല്ലാം കൾച്ചേഴ്സ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണ വിധത്തിലാണ് നമ്മുടെ ഉദ്ദേശിക്കൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ സംവിധാനത്തിൽ ഉള്ളത്. ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രാക്ടീസ്. പിന്നെ ബ്രദർലിഹുഡ്, അതിന് ഭയങ്കരമായിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ രാജ്യത്തിൽ ഹിന്ദു, മുസ്ലിം, സിഖ്, ഇസായി കുറേ പിന്നെ കൾച്ചേഴ്സും റിലീജിയനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും നമ്മളെപ്പോഴും നല്ല ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഒരു റിലീജിയനും മുൻഗണനയില്ല, എല്ലാതും സെയിം ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് थर्ड पॉइंट इज उद्देशिका में तारीख का उल्लेख किया गया है जब इसे अपनाया गया था, यानी 26 നവംബർ 1949. ഈ ഒരു പ്രിയാമ്പിളിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഇതിന് എപ്പോഴാണ് നമ്മൾ എന്താ പറയുക, മലയാളത്തിൽ എന്താ പറയുക എനിക്കറിയില്ല, എന്നാണ് ഇതിന് നമ്മൾ കൊണ്ടുവന്നത്, എന്നാണിത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻ ദ പ്രിയാമ്പിൾ ദ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് പ്രിയാമ്പിൾ ഈസ് ഓൾസോ മെൻഷൻ വിച്ച് ഇസ് 26 നവംബർ 1949. അപ്പോൾ ഈ ഒരു താരീഖിലാണ്, ഈ ഒരു ഡേറ്റിലാണ് ഇതിനെ നമ്മൾ ലാഗു ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ഉദ്ദേശിക മേ മുഖ്യ ശബ്ദ്. അപ്പോൾ ഉദ്ദേശിക്കയിൽ കുറേ ശരിക്കും ബോൾഡിൽ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ മുഖ്യ ശബ്ദം എന്തൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ അടുത്തത് അതാ ഇപ്പോൾ പറയുന്നത്. ഹം ഭാരത് കെ ലോഗ്, वी द पीपल ऑफ इंडिया, हम भारत के लोग. यह भारत के लोगों की अंतिम संप्रभुत्वता को इंगित करता है. संप्रभुत्वता का अर्थ है राज्य का स्वतंत्र प्राधिकरण जो किसी अन्य राज्य या बाहरी शक्ति के नियंत्रण के अधीन नहीं है. We people of India, in this the jurisdiction of the people of India is mentioned. The meaning of jurisdiction is jurisdiction is that independent authority of the country which is not in control of any other country. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭാരത് ആസാദാണ്, ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ജൂറിസ്ഡിക്ഷൻസ് ഉണ്ട്. ഈ ജൂറിസ്ഡിക്ഷൻസിലാണ് നമ്മുടെ കേസസ് വരുന്നതോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ അത് വേറൊരു രാജ്യം നമ്മുടെ മേത്ത് ഭരിക്കുന്നില്ല, അത് നമ്മുടേതാണ്. വേറൊരു രാജ്യത്തിനും അതിലൊന്നും ചെയ്യാൻ പാടില്ല. രാജ്യം എന്ന് പറഞ്ഞാൽ ഇത് മലയാളത്തിലത്തെ രാജ്യം പറയാം, അതർ കൺട്രീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്, എല്ലാം കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണ്, നോട്ട് ഇൻ അതർ കൺട്രീസ് कंट्रोल. फिर संप्रभु, नेक्स्ट आना संप्रभु शब्द का अर्थ है कि भारत का अपना स्वतंत्र अधिकार है और यह किसी अन्य बाहरी शक्ति का प्रभुत्व नहीं है. देश में विधायिका के पास कानून बनाने की शक्ति है जो कुछ सीमाओं के अधीन है. अब सेकेंडली संप्रभु എന്ന് പറഞ്ഞാൽ sovereign. The meaning of this word is that India is independent and it is the authority of India. It's not dependent on any other country and it's not under the control of any other court government. We have a legislature and it has its own laws. മനസ്സിലായ? അപ്പോൾ ഇത് സംപ്രഭുത്വ എന്ന് പറഞ്ഞാൽ the meaning of this word is that India is independent. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആണ്, ആരും
ഇന്ത്യനെ ഭരിക്കുന്നില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ലോസും ഉണ്ട്, ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, വിധാനസഭകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു നമ്മൾ ഒരു ലോസും ഉണ്ട്, നമുക്ക് നമ്മുടേതായ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ നോ അതർ കൺട്രി ഈസ് റൂളിങ് അസ്. സോ വി ഹാവ് എവറിത്തിങ്. ബിക്കോസ് നമ്മൾ 100-200 കൊല്ലം ബ്രിട്ടീഷുകാർ റൂൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അപ്പോൾ അതിൽ വെരി ക്ലിയർ ആയിട്ട് എല്ലാതും പറയുന്നുണ്ട്, വേറെ ഒരു രാജ്യം നമ്മുടെ മേത്ത് റൂൾ ചെയ്യില്ല. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലത്തെ റൂൾസാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് समाजवादी. समाजवादी इस शब्द का अर्थ है समाजवादी की उपलब्धि लोकतांत्रिक साधनों के माध्यम से समाप्त होती है. यह एक मिश्रित अर्थव्यवस्था में विकास रखना है जहां निजी और सार्वजनिक दोनों क्षेत्र साथ साथ मौजूद हैं. इसे 42nd संशोधन 1976 द्वारा प्रस्तावना में जोड़ा गया था. നെക്സ്റ്റ് ആണ് വരുന്നത് സമാജ്വാദി. സമാജ്വാദി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ്. Meaning of socialist is that we have a mixed economy and both public and private sector exist here. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു മിക്സഡ് എക്കോണമിയാണ്. പബ്ലിക് സെക്ടേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്. The thing are done by the resources which we have. Both private and public sector work together. This was the amendment made in the year 1976 as 42nd amendment. അപ്പോൾ നമ്മുടെ ഒരു സമാജ്വാദി സൊസൈറ്റിയാണ്, സമാജ് സൊസൈറ്റിയാണ്. അതിൽ പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്, ഈ എന്താ പറയുക പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്. പിന്നെ രണ്ടും നമ്മുടെ രാജ്യത്തിലുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ഒരുമിച്ച് ടുഗെദർ ദേ ക്യാൻ വർക്ക് ടുഗെദർ മുന്നോട്ട് പോവാം. ഈ ഒരു അമെൻമെൻറ്റ് വരുത്തിയത് 1976 42nd അമെൻമെൻ്റ് ആയിരുന്നു. നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം കുറേ അമെൻമെൻറ്റ്സ് വന്നിട്ട് അപ്പോൾ 1976 അമെൻമെൻറ്റിലാണ് ഇത് വന്നത്. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് കൈകോർത്ത് വർക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ധർമ്മനിരപേക്ഷ. ധർമ്മനിരപേക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഇതുകളുണ്ടല്ലോ, എന്താ പറയുക, റിലീജിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ധർമ്മനിരപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മത്തിനും ഒരു റിലീജിയനും സ്പെഷ്യൽ കൺസിഡറേഷനൊന്നുമില്ല, എല്ലാതും സമമാണ്. അപ്പോൾ ധർമ്മനിരപേക്ഷയിൽ വരുന്നത് इस शब्द का अर्थ है कि भारत में सभी धर्मों को राज्य से समान सम्मान, संरक्षण और समर्थन मिलता है. इसे 42nd संविधान संशोधन 1976 द्वारा प्रस्तावना में शामिल की थी. ഈ ഒരു അമെൻമെൻറ്റും 42nd അമെൻമെൻ്റ് ആയിരുന്നു ഇൻ ദ ഇയർ 1976. അതിലെന്താ പറയുന്നത്, ധർമ്മനിരപേക്ഷ എന്ന് പറഞ്ഞാൽ സെക്യുലർ. ദിസ് മീൻസ് in India all religion are given the same respect, support and protection. എല്ലാത്തിനും സെയിം റെസ്പെക്റ്റും കൊടുക്കണം, സപ്പോർട്ടും കൊടുക്കണം, പ്രൊട്ടക്ഷനും കൊടുക്കണം. This was included in the Constitution of India as a 42nd amendment in the year 1976. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലോക്താന്ത്രിക് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക്. इस शब्द का अर्थ है कि भारत के संविधान में संविधान का एक स्थापित रूप है जो चुनाव के वक्त लोगों की इच्छा से अपना अधिकार प्राप्त करती है. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ലോക്താന്ത്രിക് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക്. ഇറ്റ് ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ദ പീപ്പിൾ എലക്ട് ഫോർ ഇതിവിടെ ലോക്താന്ത്രിക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലല്ലോ നമ്മുടെ കൺട്രി. ഏത് നേതാവും അവർ ഇഫ് ദേ ആർ കമ്മിങ് ടു രാജ്യസഭ ഓർ ലോക്സഭ, മീൻസ് രാജ്യസഭ ലോക്സഭ, അതൊക്കെ നമ്മൾ എലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇത് ഒരു ലോക്താന്ത്രിക്, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ പീപ്പിൾ, നമ്മുടെ ആൾക്കാർ എലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഭരിക്കാൻ വരുന്നത്. ഗണരാജ്യ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്. गणराज्य എന്ന് പറഞ്ഞാൽ यह शब्द इंगित करता है कि राज्य का प्रमुख लोगों द्वारा चुना जाता है. भारत में
भारत का राष्ट्रपति राज्य का निर्वाचक प्रमुख है. അപ്പോൾ ഇവിടുത്തെ രാജ്യയുടെ പ്രമുഖ് ആരാ ലോകോ ദ്വാര ദേ ആർ സെലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രമുഖ് ആരാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രമുഖ് രാഷ്ട്രപതിയാണ്. ഈവൻ ദോ വി ഡയറക്ട്ലി ഡോണ്ട് എലക്ട് ദ പ്രൈം മിനിസ്റ്റർ, ദ പ്രസിഡന്റിനെ ലോക്സഭയും രാജ്യസഭയും പിന്നെ വിധാൻസഭ എല്ലാതും കൂട്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആൾക്കാരാണ് വോട്ട് ചെയ്യുക. പക്ഷെ ഡയറക്റ്റ് വോട്ടിംഗ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്. ബിക്കോസ് ഈ ഒരു എല്ലാ സഭകൾക്ക് നമ്മളാണ് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രമുഖ് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് വരുന്നത് ഭാരത് സംവിധാൻ കെ ഉദ്ദേശ്യ, ദ പ്രിയम्बल्स ऑफ इंडियन कॉन्स्टिट्यूशन. संविधान सर्वोच्च कानून है और यह समाज में अखंडता बनाए रखने और एक महान राष्ट्र के निर्माण के लिए नागरिकों के बीच एकता और को बढ़ावा देने में मदद करता है. भारतीय संविधान का मुख्य उद्देश्य पूरे देश में सद्भाव को बढ़ावा देना है. अब the preamble of Indian Constitution. The Constitution of India is the supreme law. It promotes and works towards the integrity among the people of India, and they work towards the development of the country. The prime goal of the Constitution is to promote the goodwill of the country. മനസ്സിലായ? ഇത് സംവിധാനിൽ വളരെ കൃത്യമായിട്ട് എല്ലാതും എഴുതിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഗുഡ്വില്ലിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ അവിടുത്തെ നാഗരിക് മീൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ റൈറ്റ്സ് കൊടുത്തു കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റാണ് ടു പ്രൊമോട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടുവേർഡ്സ് ഗുഡ്വിൽ ഫോളോയിങ് are taken into consideration. इन उद्देश्यों को प्राप्त करने के में मदद करने वाले कारक. इन उद्देश्यों को प्राप्त करने में मदद करने वाले कारक. To promote the Constitution of India towards goodwill following are taken into consideration. അപ്പോൾ അത് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വരുന്നത് ന്യായ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്. समाज में व्यवस्था बनाए रखना आवश्यक है, जिसका वादा भारत के संविधान द्वारा प्रदान किए गई मौलिक अधिकारों और राज्य की नीति निर्देश सिद्धांतों के विभिन्न प्रावधानों के माध्यम में किया गया है. उनमें तीन तत्व शामिल हैं जो सामाजिक, आर्थिक और राजनीतिक है. അപ്പോൾ ന്യായ് to achieve the goodwill, some system has been followed which has been done through the points included in the Constitution of India with the following points: fundamental rights, policy direction, principle, provision. In this, three elements are included: social, economical and political. Upon न्याय, to achieve the goodwill, some system has to be followed. To achieve the goodwill, some system has to be followed, which has been done through the points included in the Constitution of India. With the following points: fundamental rights, policy direction, principle, provisions. In this, three elements are included: social, economic and political. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് समाजवादी न्याय, सोशल जस्टिस, समाजवादी न्याय सोशल जस्टिस. आर्थिक न्याय का अर्थ समाजवादी न्याय का अर्थ है कि संविधान जाति, पंथ, लिंग, धर्म जैसे किसी भी आधार पर भेदभाव के बिना समाज बनाना चाहता है. Very clear. The meaning of social justice is there should be no discrimination in the name of caste, creed, gender and religion, etc. അപ്പോൾ സമാജ്വാദി എന്താ പറയുന്നത്, സാമാജിക് ന്യായം എന്താ പറയുന്നത്,
there shouldn't be any discretion in the name of caste, creed, gender, religion. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ അധികാരമാണ് കിട്ടേണ്ടത്. ഏത് കാസ്റ്റ് ആയാലും, ഏത് ക്രീഡ് ആയാലും, ഏത് ജെൻഡർ ആയാലും, ഏത് റിലീജിയൻ ആയാലും എല്ലാവരും സെയിം ആവണം. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഇസ് ഫോളോഡ് ഹിയർ, ബട്ട് യാ ഇറ്റ്സ് ഫോളോഡ്. പക്ഷേ എന്നാലും ഈ ഒരു സമയത്ത് ഐ ഡോണ്ട് വാണ്ട് ടു കമൻറ്റ് ഓൺ ഇറ്റ് എനിവേ. आर्थिक न्याय. आर्थिक न्याय का अर्थ है कि लोगों द्वारा उनके धन, आय और आर्थिक स्थिति के आधार पर कोई भेदभाव नहीं किया जा सकता. प्रत्येक व्यक्ति को समान पद के लिए समान रूप से भुगतान किया जाना चाहिए और सभी लोगों को अपने जीवन यापन के लिए कमाने के अवसर मिलते हैं. सॉरी. आर्थिक न्याय, इकोनॉमिक जस्टिस. No discretion should be made based upon the economic status. ആൾ എത്ര പൈസ വേല ആയാലും, എത്ര കാശുകാരനായാലും, എത്ര ലോ സാലറീഡ് ആയാലും എല്ലാവർക്കും ഈക്വൽ സ്റ്റേറ്റസ് തന്നെ കൊടുക്കണം. ഇക്വാലിറ്റി among the wages of peers and all should be given a platform to earn for their livelihood. അപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് അയച്ച അവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ശമ്പളം ആവണം. പിന്നെ എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. മീൻസ് ദേ ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി, ദേ ഷുഡ് ബി ഗിവൻ ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ആൻഡ് ഏൺ മണി സോ ദാറ്റ് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം. അതാണ് ആർത്തിക് ന്യായിൽ പറയുന്നത്. സോറി. പിന്നെ വരുന്നത് राजनीतिक न्याय. राजनीतिक न्याय എന്ന് പറഞ്ഞാൽ पॉलिटिकल जस्टिस. राजनीतिक न्याय का अर्थ है कि सभी लोगों को राजनीतिक अवसरों में भाग लेने के लिए बिना किसी भेदभाव के समान स्वतंत्र और निष्पक्ष अधिकार है. अब पॉलिटिकल राजनीतिक न्याय, पॉलिटिकल जस्टिस, ഇതിൽ കുറേ ടഫ് വേർഡ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും മീനിങ്സ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 113 മീനിങ്സ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെല്ലാതും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്യും. സോ ഡോണ്ട് വറി അബൌട്ട് ദ മീനിങ്സ് ആൻഡ് ഓൾ. അപ്പോൾ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, എനി വൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് വിതൗട്ട് എനി സോർട്ട് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓർ ഡിസ്ക്രീഷൻ. അപ്പോൾ ഇതിൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കലി നമുക്ക് നമ്മുടെ വ്യൂസൊക്കെ പറയാം. അതിൽ ഈ പറയണ പോലെ ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല, എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് സമാനത. സമാനത എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി. समानता शब्द का अर्थ है कि समाज के किसी भी वर्ग के पास कोई विशेष अधिकार नहीं है और सभी लोगों को बिना किसी भेदभाव के हर चीज़ के लिए समान अवसर दिए गए हैं. कानून के समक्ष सभी समान हैं. समानता, इक्वालिटी, it means that no one has any sort of special rights. All are treated equally in the society. All are treated same in front of law. അപ്പോൾ ആർക്കും സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. അപ്പോൾ എത്ര വലിയ ആളായാലും അല്ലെങ്കിൽ എത്ര ചെറിയ, മീൻസ് ഞാൻ ഇക്കണോമിക് ഒരു ഇതിൻ്റെ കാര്യം പറയണം. ഇവിടെയൊക്കെ കുറേ കാശിൻ്റെ ത്രൂ ആണല്ലോ കുറേയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എത്ര വലിയ കാശുകാരനായാലും എത്ര വലിയ ചെറിയ ഒരു ആളായാലും കോർട്ടിൻ്റെ മുമ്പിൽ ലോ അതിൽ പക്ക ഇക്വാലിറ്റി, എവിടെയും അത് ഇക്വാലിറ്റിയാണ്. മീൻസ് ഒരാൾക്കും സ്പെഷ്യൽ റൈറ്റ്സോ ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാവർക്കും സെയിം ആണ്. സ്വതന്ത്രത, ലിബർട്ടി. स्वतंत्रता പറയുന്നത് लिबर्टी शब्द का अर्थ है लोगों को अपने जीवन का तरीका चुनने, समाज में राजनीतिक विचार और व्यवहार रखने की स्वतंत्रता है. स्वतंत्रता का मतलब है कुछ भी करने की स्वतंत्रता नहीं है. एक व्यक्ति कुछ भी कर सकता है लेकिन कानून द्वारा निर्धारित सीमा में. ഇപ്പോൾ സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ ലിബർട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും എന്ത് പൊളിറ്റിക്കൽ വ്യൂസ് ആയാലും എന്തായാലും പറയാനുള്ള
അധികാരമുണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോയി കൊല്ലാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളൊരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം ആ ലോൻ്റെ അനുസരിച്ച് അതിനെ മാനിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ലിബർട്ടി ഇറ്റ് മീൻസ് ദാറ്റ് പീപ്പിൾ ക്യാൻ ലിവ് അക്കോർഡിംഗ് ടു ദെയർ വിഷ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. ദേ ഹാവ് ദ ലിബർട്ടി ടു ഹാവ് ദെയർ പൊളിറ്റിക്കൽ വ്യൂസ്. നമുക്ക് എല്ലാവർക്കും പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ട് അല്ലേ? അതിനാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഓൾസോ ലിബർട്ടി ഡസൻറ്റ് മീൻ യു ക്യാൻ ഡു എനിത്തിങ് യു വോണ്ട് ടു. എ പേഴ്സൺ ക്യാൻ ഡു എനിത്തിങ് വിച്ച് ഈസ് ലോഫുള്ളി കറക്റ്റ് ആവണം, അല്ലാണ്ട് നമുക്ക് മറ്റേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. വിച്ച് ഇസ് റൈറ്റ് അക്കോർഡിംഗ് ടു ദ ലോ ഫോളോഡ് ബൈ ഇന്ത്യ. അപ്പം ഇന്ത്യൻ ലോസ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് എന്താണ് കറക്റ്റ് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനെ വിപരീതമായിട്ട് ചെയ്താൽ അതിൻ്റേതായ നമുക്ക് ദണ്ട് കിട്ടും. ഭായിച്ചാര എന്ന് പറഞ്ഞ ബ്രദർലിഹുഡ്. നെക്സ്റ്റ് പോയിന്റ് അതാണ് ഭായിച്ചാര. बिरादरी शब्द का अर्थ है भाईचारे की भावना और देश और सभी लोगों के साथ भावनात्मक लगाव, बंधुत्व, राष्ट्र में गरिमा और एकता को बढ़ावा देने में मदद करती है. Brotherlyhood and the brotherhood means we should have the feeling of brotherlyhood towards everyone, which promotes the integrity of the country. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് മീൻസ് ഹിന്ദു, മുസ്ലിം, സിഖ്, ഇസായി, ഏത് സ്ട്രാറ്റയിലെ ആൾക്കാരായാലും വേ ഓഫ് ലിവിങ്ങിലും കൂടുതൽ കാശുള്ളവരോ കുറവ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, അങ്ങനത്തെ എന്ത് ലോവർ ക്ലാസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവർക്കും തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവണം. അതാണ് നമ്മുടെ എന്താ പറയുക, ഇൻറ്റിഗ്രിറ്റി കൂട്ടുന്നത് നമ്മുടെ കൺട്രീൻ്റെ. അങ്ങനെയാണ് എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവണം. उद्देश्यों का महत्व, इम्पोर्टेंस ऑफ प्रीएम्बल. यह जीवन का एक तरीका प्रदान करता है. इसमें एक सुखी जीवन की धारणा के रूप में भाईचारे, स्वतंत्रता, समानता शामिल है और जिसे एक दूसरे से नहीं लिया जा सकता. അപ്പോൾ ഇതിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രിയാമ്പിൾസ് എന്തൊക്കെയാണ്. ദിസ് ഗീവ്സ് അസ് എ പെർട്ടിക്കുലർ വേ ഇൻ അവർ ലൈഫ്. ഇറ്റ് സേസ് ദാറ്റ് ഫോർ എ ഹാപ്പി ലൈഫ് these things helps like brotherlyhood, equality, freedom, which cannot be set apart from each other. അപ്പോൾ ഈ കാര്യങ്ങളായാലും ബ്രദർലിഹുഡ് ആയാലും ഇക്വാലിറ്റി ആയാലും പിന്നെ ഫ്രീഡം ആയാലും ഇത് എവറിത്തിങ് ആർ ഇൻ്റർലിങ്ക്ഡ്. ഇതില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം പറയുന്നത് स्वतंत्रता को समानता से अलग नहीं किया जा सकता. ഞാൻ സമാനത എന്നാണ് പറയുന്നത്, സാമന്ത അല്ല കേട്ടോ. स्वतंत्रता को समानता से अलग नहीं किया जा सकता, ना ही स्वतंत्रता और समानता को बंधुत्व से अलग किया जा सकता है. Freedom cannot be separated from equality. Equality ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഫ്രീഡം ഉണ്ടാച്ചാൽ ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ. Nor freedom and equality can be separated from brotherlyhood. അപ്പോൾ എവറിത്തിങ് ആർ ഇൻ്റർലിങ്ക്ഡ്. ഇപ്പോൾ ബ്രദർലിഹുഡ് ആയാലും ഫ്രീഡം ആയാലും ഇക്വാലിറ്റി ആയാലും എവറിത്തിങ് ആർ ഇൻ്റർലിങ്ക്ഡ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് भाईचारे के बिना स्वतंत्रता कहीं पर कुछ की सर्वोच्चता का उत्पादन करेगी. भाईचारे के बिना स्वतंत्रता और समानता चीज़ों का एक स्वाभाविक पाठ्यक्रम नहीं बना सकती. അതിൻ്റെ മുമ്പ് ഒരു 2 ലൈനും കൂടി ഉണ്ട് കേട്ടോ. समानता के बिना स्वतंत्रता कहीं पर कुछ की सर्वोच्चता का उत्पादन करेगी. स्वतंत्रता के बिना समानता व्यक्तिगत पहल को मार देगी. If equality is not followed, some people may come up and a new power
will be created, and without freedom a person cannot do anything. അപ്പോൾ ഇതിൽ ഒരു ഇക്വാളിറ്റി എല്ലാവരും തമ്മിലുണ്ടാവണം, പിന്നെ ആ ഒരു പവർ ഉണ്ടാവണം. നമുക്കത് ഇല്ലെങ്കിൽ പണ്ടത്തെ പോലെ മീൻസ് ലൈക്ക് ഒരു ബൂർഷ്വ ഒരു സമാജാഴ്ച, ഒരാൾ ഭയങ്കര മുകളിലായി നിൽക്കും, ആൾ റൂൾ ചെയ്യണ പോലെയൊക്കെ ആവും. അപ്പോൾ അത് കാരണം സമാനത എല്ലാവർക്കും ഉണ്ടാവണം, എല്ലാവർക്കും ഫ്രീഡമും ഉണ്ടാവണം. പിന്നെ നെക്സ്റ്റ് ആണ് വരുന്നത് भाईचारे के बिना स्वतंत्रता कहीं पर कुछ भी सर्वोच्च का उत्पादन करेगी, कुछ ही सर्वोच्च का उत्पादन करेगी. भाईचारे के बिना स्वतंत्रता और समानता चीज़ों का एक स्वाभाविक पाठ्यक्रम नहीं बन पाएगा. Without brotherlyhood, again, some people can be more powerful, which is not good. And without brotherlyhood, freedom and equality work will not, it won't work out. Without brotherlyhood, again, some people are more powerful, which is not good. And without brotherhood, freedom and equality, things are not going to be proper. അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ ലെസൺ. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്, മെയിൻലി എന്തൊക്കെ പറയണത്, നമ്മുടെ ഇവിടെ ലിബേർട്ടി ഉണ്ട്. ഞാൻ ഈ പ്രിയാമ്പിളൊന്ന് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഭാരത് കാ സംവിധാൻ ഉദ്ദേശിക്കൽ എന്തൊക്കെ പറയണ, हम भारत के लोग भारत को एक संपूर्ण प्रभुत्व संपन्न समाजवादी पंथ निरपेक्ष लोकतांत्रिक गणराज्य बनाने के लिए तथा उसके समस्त नागरिकों को सामाजिक, आर्थिक और राजनीतिक न्याय, विचार, अभिव्यक्ति, विश्वास, धर्म और उपासना की स्वतंत्रता, प्रतिष्ठा और अवसर की समानता प्राप्त कराने के लिए तथा उन सब में व्यक्ति को गरिमा और राष्ट्र की एकता और अखंडता सुनिश्चित करने वाली बंधुता बढ़ाने के लिए दृढ़ संकल्प होकर अपनी इस संविधान सभा में आज तारीख 26 नवंबर 1949 को एकत्व द्वारा इस संविधान को अंगीकृत अधिनियम और ആത്മപ്രത് करते हैं. അപ്പോൾ ഫസ്റ്റ് ഇതൊരു ശരിക്കും ഒരു പ്ലഡ്ജ് പോലെയാണ്. നമ്മുടെ കൺട്രിയിൽ ഇക്വാലിറ്റി ഉണ്ടാവും, ബ്രദർലിഹുഡ് ഉണ്ടാവും, പിന്നെ എന്താ ഫ്രീഡം ഉണ്ടാവും, പിന്നെ ആർത്തിക് ഗ്രൂപ്പ്സ് എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഇതൊക്കെ ഒരു ലോക്താന്ത്രിക് ഒരു ഗണരാജ്യമായിരിക്കും, സമാജ്വാദി ഉണ്ടാവും, പന്ത് നിരപേക്ഷ, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറയാണ്. ഈ പറഞ്ഞ പോയിന്റ്സാണ് എല്ലാതും. ഇതാണ് ഇതൊരു ചെറിയ ലെസൺസ് ആണ്. എന്തൊക്കെ ഉണ്ടാവുക, ന്യായം, ജസ്റ്റിസ് ഉണ്ടാവും, അതും ജസ്റ്റിസിലും എല്ലാതും ഇക്വാലിറ്റി ഉണ്ടാവും. സമാജ്വാദി ന്യായം, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ആർത്തിക് ന്യായം, എല്ലാവരും ഇൻ ദിസ് കേസ് ഓൾസോ എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ജോലി ചെയ്യാനുള്ളത്. രാജനൈതിക് ന്യായം, എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ്, എല്ലാവർക്കും എന്തൊക്കെയാണ് പറയണ്ടേ പൊളിറ്റിക്കലി, അതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സമാനത, ഇക്വാലിറ്റി ഉണ്ടാവും എല്ലാവരും, പിന്നെ സ്വതന്ത്രത, ലിബേർട്ടി ഉണ്ടാവും, പിന്നെ ഭായിച്ചാര, ബ്രദർലിഹുഡ് ഉണ്ടാവണം. അങ്ങനെയാണ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിയാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ പറഞ്ഞു കൊടുക്കുന്നത്, എന്താ പറയുക, സ്വതന്ത്ര ഇക്വാലിറ്റി ഇല്ലെങ്കിൽ ബ്രദർലിഹുഡ് ഇല്ല, ബ്രദർലിഹുഡ് ഉണ്ടെങ്കിൽ അല്ല, ഇക്വാലിറ്റിയും ബ്രദർലിഹുഡും ഫ്രീഡമും ഒക്കെ മീൻസ് ദേ ആർ ഇൻ്റർഡിപെൻഡൻറ്റ്, അതില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് ജസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുള്ള് ഒരു 5-6 പേജുണ്ട്, ഫുള്ള് വേർഡ് മീനിങ്സ് ആണ് കേട്ടോ, ഒക്കെ വേർഡ് മീനിങ്സ് ആണ്. അതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഇംഗ്ലീഷിലത്തെ പ്രിയാമ്പിളും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു വീഡിയോയുടെ എൻഡിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, ഞാൻ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ
നിങ്ങളുടെ കൂടെ പഠിച്ച ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങളുടെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികൾ വേറെ കുറേ കോളേജുകളിലുണ്ടാവും, ഹിന്ദി എടുത്തവരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പറയാം ഇങ്ങനെ ഒരു ചാനലുണ്ട്, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ബട്ടൺ അമർത്താം. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടായിച്ചാൽ എല്ലാതും ചോദിക്കുക. എല്ലാം സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ലെസൺ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് നെക്സ്റ്റ് ലെസണിൽ കാണാം. ബൈ. you